ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിച്ചിക്കണ്ട് നിധി വെച്ച് ബോംബെ ആശാന് വേറെ പണിയൊന്നുമില്ലേ? വേറെ വാല് മുറിയാൻ. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. ഡെൻവർ ആശാൻ ബോംബെയില് ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. സ്വാമിയേ എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഇവിടെ ഇങ്ങോട്ട് കിട്ടി. കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത നില. ഇന്ത്യക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുകയുള്ളൂ. ഇങ്ങാട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാനറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടിയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഡെൻവർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെ പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ്, എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവനെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്.